എറണാകുളം മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലെ ബ്രാഞ്ച് കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകിയതോടെ മാറാടി പഞ്ചായത്തിലെ നാട്ടുകാരും കർഷകരും ആകെ ദുരിതത്തിലായി. വേനൽ കൂടുതൽ ശക്തമായാൽ കൃഷി പൂർണ്ണമായി നശിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ സ്ഥലത്തെ കോൺഗ്രസ് പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ മാറാടി ഗ്രാമപഞ്ചായത്തിലെ മാറാടി ബ്രാഞ്ച് കനാലിന്റെയും കുരുക്കുന്നപുരം ബ്രാഞ്ച് കനാലിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെത്താതിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വെള്ളം ലഭിക്കാത്തതോടെ നെല്ല്, പൈനാപ്പിൾ, മരച്ചീനി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ വലിയ പ്രതിസന്ധിയിലായി. വേനൽ ശക്തമായതോടെ കൃഷി പൂർണ്ണമായും നശിക്കുന്ന സാഹചര്യമാണുള്ളത്. കനാലിനെ ആശ്രയിച്ച് കുടിവെള്ളമെടുക്കുന്ന ജനങ്ങളും ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ മാറാടി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഏക ആശ്രയം MVIP കനാലിലൂടെ വരുന്ന വെള്ളമാണ്. കൂടാതെ ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം 90% പരിഹരിക്കുന്നത് ഈ കനാലിലെ വെള്ളം ഉപയോഗിച്ചാണ് എന്നുള്ളത് ഏറെ പ്രാധാന്യമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം സമയബന്ധിതമായി ഈ വർക്ക് ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഉഴപ്പിയതുകൊണ്ടാണ് കർഷകരെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വന്നു വീഴേണ്ടി വന്നത്. പ്രശ്നപരിഹാരത്തിനായി മാത്യു കുഴൽനാടൻ MLA-യുടെ നേതൃത്വത്തിൽ MVIP ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും യാതൊരു ഫലപ്രദമായ നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായത്. തുടർന്ന് മാറാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വിവിധ സംഘടനകളും ചേർന്ന് ബ്രാഞ്ച് കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കനാൽ വെള്ളം തുറന്നുവിടാൻ സാഹചര്യമൊരുക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.